മരുഭൂമിയിൽ നിന്നും മഴഭൂമിയായി മാറുകയാണ് ഗൾഫ്. കള്ളക്കർക്കിടകം പോലെ തിരിമുറിയാതെ പെയ്യുന്ന പെരുമഴ, ഒരൊറ്റ പെയ്ത്തിൽ നിറഞ്ഞു പോകുന്ന നഗരങ്ങൾ. മഴക്കാഴ്ചകൾ മാത്രമല്ല, കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പേടിപ്പെടുത്തുന്ന കാഴ്ചകളും ഓർമ്മപ്പെടുത്തലുമാണ് ഇപ്പോൾ ഗൾഫ് നൽകുന്നത്. രണ്ടായിരത്തി 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ ഓർമ്മപ്പെടുത്തുന്ന ദൃശ്യം. പെരുമഴയ്ക്ക് ശേഷം ഷാർജ അൽമജാസിലെ കാഴ്ച. മരുഭൂമിയിലെ പെരുമഴയുടെ ബാക്കി പത്രം. 75 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഇങ്ങനെയൊരു പെരുമഴയ്ക്ക് UAE സാക്ഷിയായിട്ടില്ല. ഒഴുകിപ്പോയ ആയിരക്കണക്കിന് വാഹനങ്ങൾ, വെള്ളത്തിൽ മുങ്ങിയ വാഹനങ്ങൾ, വൻകിട ഷോപ്പിംഗ് മാളുകളിലേക്ക് ഇരച്ചെത്തിയ മഴവെള്ളം. ദുബായ് മെട്രോയും വിമാനത്താവളവും ഒന്നിലധികം ദിവസങ്ങളിൽ നിശ്ചലമാകുന്നത് ഇതാദ്യം. റോഡുകൾ തകർന്നും താമസ കേന്ദ്രങ്ങളിൽ വെള്ളമെത്തിയുമുള്ള ദുരിതങ്ങൾ വേറെ. ഇത് 2016 ഇതേപോലത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. 2016 എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം ആക്റ്റീവായിരുന്നു. ഇപ്പോഴും ഈ സിസ്റ്റം ന്യൂട്രലായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം കാലാവസ്ഥയിൽ ഭയങ്കര മാറ്റങ്ങൾ, മഴയൊക്കെ വളരെ കുറവാണ്. കാരണം അത് എൽനിനോ വന്നതുകൊണ്ടാണ്. പക്ഷേ എൽനിനോൻ്റെ നേരെ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൽനിനോ വന്നതുകൊണ്ട് കുറച്ചുകൂടെ മഴ നമുക്ക് ഈ വർഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 2016 ഇതേ സെയിം എഫക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂടുതൽ മഴ ഉണ്ടായിരുന്നു 2016 വർഷം. വിൻ്ററിലും സ്പ്രിങ്ങിലൊക്കെ ആയിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു UAE. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു തീവ്രത രീതിയിലാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. UAE ദുരന്തത്തെക്കാൾ ഭീകരമായിരുന്നു ഒമാനിലെ മഴയും വെള്ളപ്പൊക്കവും. 10 കുട്ടികളടക്കം 20-ലധികം പേരുടെ ജീവനെടുത്ത മഴക്കലി. ജലനിരപ്പ് ഉയർന്നപ്പോൾ സ്കൂളിനേക്കാൾ സുരക്ഷിതം വീടാണെന്നു കരുതി വാഹനത്തിൽ ഇറങ്ങി പുറപ്പെട്ടവരായിരുന്നു കുട്ടികൾ. ബുദൈബി ഗ്രാമത്തിലെ അൽഹവാരി സ്കൂളിൽ പഠിച്ചിരുന്ന 10-നും 15-നും ഇടയിൽ പ്രായമുള്ളവർ. വാഹനമൊലിച്ചുപോയുണ്ടായ അപകടത്തിൽ 10 കുട്ടികൾ ആ നാടിന്റെ നെഞ്ചുപിളരും നൊമ്പരമായി. മഴയിൽ മണ്ണിടിഞ്ഞു വീണ് പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സുനിൽകുമാറിനും ജീവൻ നഷ്ടമായി. കൊടുങ്കാറ്റ് പോലെ ഇരമ്പിയെത്തിയ മഴവെള്ളം ഞൊടിയിടയിലാണ് മഹാദുരന്തം വിതച്ചത്. ഞങ്ങൾ 3 പേരായിരുന്നു ആ ഗേറ്റ് അടയ്ക്കാനായിട്ട് പോയത്. ഗേറ്റ് അടയ്ക്കാൻ പോയ സമയത്താണ് മതിൽ വെള്ളവുമായിട്ട് ഇടിച്ച് നേരെ ഞങ്ങളുടെ ദേഹത്തോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ മുമ്പിൽ നിന്ന ഒരു സുഹൃത്താണ് താഴോട്ട് വീഴുമ്പോഴത്തേക്ക് അവൻ്റെ കൈക്ക് പിടിച്ചാണ് ഞാൻ അവനെ വലിച്ചെടുത്ത് അവനെ രക്ഷപ്പെടുത്തുന്ന സമയത്ത് തന്നെ എന്നെയും അവനെയുമായിട്ട് വെള്ളം വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഞങ്ങൾ 2 പേരും വെള്ളത്തിന് മല്ലിട്ട് പോരാടി ആ കാണുന്ന മതിലിലാണ് കയറി ഇതിന് രക്ഷപ്പെട്ടത്. എൻ്റെ കൂടെ ഇരുന്ന സുഹൃത്ത് ഒരു വണ്ടിയുടെ പുറത്ത് കയറിയാണ് ആ കുടം വരെ വന്നത്. എൻ്റെ കൂടെ നിന്ന് സ്വന്തം എൻ്റെ ചേട്ടനെ പോലെ നോക്കുന്ന ആളാണ് ആ മതിലിൽ അവൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടത്. അത് പൊളിച്ചിട്ടാണ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഇയാളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. കുറേ സമയം അതിനകത്ത് തൂങ്ങി പിടിച്ച് നിന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചെറിയ കൈ കൊണ്ട് ഇങ്ങനെ ഇടിച്ചിട്ട് ഹോളാക്കി. അതിനുശേഷം പ്രദീപ് ചേട്ടൻ ഇതിലേ കയറി അതിലേ വന്നു. എന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തിയത്. കണക്കില്ലാത്ത നാശനഷ്ടം വിതച്ചാണ് പെരുമഴ UAE-ലും ഒമാനിലും സംഹാര താണ്ഡവമാടിയത്. ദിവസങ്ങൾ പിന്നിട്ടിട്ടും കരകയറാൻ കഴിയാത്ത മഴ ദുരിതം. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം. വിമാനത്താവളങ്ങൾ നിശ്ചലമായി. ദുബായിൽ നിന്ന് മാത്രം 1200-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കി. ഇതിങ്ങനെ വണ്ടി ബ്ലോക്കായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഇത്ര വണ്ടികളും ബ്ലോക്കും റോഡ് ഇതിനെ മുമ്പ് ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല. 33 വർഷത്തിനുള്ളിൽ കണ്ടിട്ടേ ഇല്ല. ഇത് ഞാൻ മെട്രോന്റെ ബ്രിഡ്ജ് വഴി താഴെ പെയ്യാ വന്നത്. പക്ഷേ ആക്ച്വലി ഇവിടെ മഴ പെയ്യാറില്ലല്ലോ. പെയ്തപ്പം ഭയങ്കര വെള്ളം ഫ്ലഡായി. ഇവിടെ മൊത്തം വെള്ളത്തിൽ കയറി. ഇവിടെ എത്തിയപ്പോൾ പിന്നെ വെള്ളം മൊത്തം വെള്ളമായിരുന്നു. പിന്നെ ബാക്കിലൂടെയൊക്കെ പോയി ആ മണൽ വഴിയെല്ലാം കയറിയിട്ടാണ് വന്നത്. ഏറ്റവും കുറഞ്ഞ മഴയുള്ള മേഖലയിൽ നിന്നും വർഷാവർഷം കൂടുതൽ മഴ ലഭിക്കുന്ന മേഖലയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ മാറുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞയിടെ സൗദിയിലും ഇപ്പോൾ ഒമാനിലും UAE-ലുമുണ്ടായ പേമാരിയും വെള്ളപ്പൊക്കവും. കാലാവസ്ഥാ വ്യതിയാനമെന്നും ആഗോള താപനമെന്നും കേൾക്കുമ്പോൾ ക്ലീഷേ വാക്കെന്ന് പറഞ്ഞ് മുഖം തിരിക്കുന്ന നമുക്കുമുണ്ട് ഈ ദുരന്തത്തിൽ നിന്നും പലതും പഠിക്കാൻ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്.
പല സ്ഥലത്തും ലോകത്തിലെ പല ഭാഗങ്ങളിലും കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഒമാനിൽ വേനൽക്കാലം തുടങ്ങേണ്ട സമയമാണ്. ഇവിടെ വേനൽക്കാലമല്ല, നല്ല മഴക്കാലമാണ്. നാട്ടിൽ മഴക്കാലത്ത് പോലും നല്ല ചൂട് അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഗ്ലോബൽ വാർമിങ് ഇതിൻ്റെ ഒരു മൂലകാരണമാണ്. അപ്പോൾ ഇതുപോലുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം നമ്മൾ മനുഷ്യർ തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. വെള്ളം വേഗത്തിൽ വലിച്ചെടുക്കാത്ത ഭൂപ്രകൃതിയും വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടമില്ലാത്തതും ഒറ്റപ്പെയ്ത്തിന് നഗരത്തെ ജലാശയം പോലെയാക്കി. കടലിലെ താപനില ഉയരുന്നത് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഇനിയും ആവർത്തിക്കാൻ വഴിയൊരുക്കും. എൽനിനോ സിസ്റ്റം എന്ന് പറയുന്നത് സീ സർഫേസ് ടെമ്പറേച്ചർ കൂട്ടുന്നൊരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷമാണ് അത് ആക്റ്റീവായത്. എൽനിനോ എന്ന് പറയുന്ന സിസ്റ്റം ആക്റ്റീവായത് ഈ വർഷമാണ്. അതുകൊണ്ടാണ് ഈ വർഷം കൂടുതൽ മഴ സാധ്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സെയിം എൽനിനോ ആക്റ്റീവായിരുന്നത് 2016 അപ്പോഴും എമിറേറ്റ്സിൽ കൂടുതൽ മഴ ഉണ്ടായിരുന്നു. വർഷം 140 മുതൽ 200 മില്ലിമീറ്റർ വരെ മാത്രം മഴ ലഭിക്കുന്ന രാജ്യമാണ് UAE. എന്നാൽ UAEയിലും ഒമാനിലും ഈ കണക്കുകളെല്ലാം ഇപ്പോൾ തകിടം മറിയുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ 250-ലധികം മില്ലിമീറ്റർ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇപ്പോൾ ഈ രാജ്യങ്ങളിൽ. അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് പറയുകയാണെന്ന് പറഞ്ഞാൽ ഇത് ഭൂമിയുടെ ജലനിരപ്പിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള മഴകൾ ഈ രാജ്യത്തിൻ്റെ ജലസമ്പത്തിനെ ഒന്ന് പുഷ്ടിപ്പെടുത്താനും അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും പറ്റുമെന്ന് നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കും. ഒരു പെരുമഴയിൽ ഒന്നും തീരുന്നില്ല. ഇനിയും ഉണ്ടാകും എൽനിനോയും അത്യപൂർവ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും. തുള്ളി തോരാത്ത പെരുമഴയും ഉണ്ടാകും. ഇതിനുള്ള ജാഗ്രതയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രഖ്യാപിച്ചത്. അടിസ്ഥാന സൗകര്യങ്ങളിലെ സമഗ്ര പരിഷ്കാരം, പുതിയ നിർമ്മാണ രീതികൾ. കാലവും കാലാവസ്ഥയും മാറുമ്പോൾ മരുഭൂമി മഴഭൂമിയായി മാറാം. മണൽക്കാടിന് പകരം മരങ്ങൾ നിറഞ്ഞ കാടും കൃഷിയിടങ്ങളുമുള്ള പുതിയ ഒരു ഭൂപ്രദേശം.